അതെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന പത്രമാധ്യമങ്ങളുടെ ഈ കാലം. ആ മനുഷ്യരുടെ അതിജീവനം മുത്തശ്ശി പത്രങ്ങൾക്ക് അലോസരമായിട്ടാണോ വാർത്ത പ്രസിദ്ധീകരിക്കാത്തത്? അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഘട്ടങ്ങളിലെല്ലാം അവരെ ദ്രോഹിക്കാൻ മാത്രം ഇറങ്ങിത്തിരിച്ചവർക്കുള്ള PR പരമ്പരകൾ ചെയ്തതിൻ്റെ തുടർച്ച മാത്രമായി കണ്ടാൽ മതിയെന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. എന്തായാലും വയനാട് അസാധാരണമായ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരിക, പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക. പത്രങ്ങൾ മാത്രമല്ല, അവരുടെ നിസ്സഹായരായ മനുഷ്യരുടെ അതിജീവനത്തിൻ്റെ ആഹ്ലാദ കഥ കേൾക്കാനോ പറയാനോ അത് പ്രതിഫലിപ്പിക്കാൻ പോലുമോ മറ്റൊരാൾ വരില്ല. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ച് അധികാരത്തിൻ്റെ സോപാനത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ വരില്ല. ഏതെങ്കിലും സെലിബ്രിറ്റിയും വരില്ല. അല്ലെങ്കിൽ മനുഷ്യ കഥാനുഗായികളെന്നും പറഞ്ഞ് 4 നേരം അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം കഴിച്ച് നേരം തേക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ ഇരിക്കുന്ന പുതിയ കാലത്തെ സ്വപ്നം കാണുന്ന നിഷ്പക്ഷ ജന്മങ്ങൾ ഒരിക്കലും വരില്ല. സച്ചിദാനന്ദന്മാരും പ്രേംകുമാർമാരും വരില്ല. പറഞ്ഞാൽ അടുത്ത തവണ UDF വരുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അപ്പോൾ ആ കാലത്ത് ഭാവിയിൽ തടയേണ്ടത് വല്ലതും തടയാതിരുന്നെങ്കിലോ? അവരെ കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല. ഇനി അതല്ലെങ്കിലും വല്ലതും പറഞ്ഞാൽ നിങ്ങൾ PR ആണ് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കനകോലുകൂട്ടം അധിക്ഷേപത്തിൻ്റെ മാറാല വിരിച്ചു വെച്ചിട്ടുണ്ട്. അത് പേടിച്ച് നിഷ്പക്ഷ ബുദ്ധിജീവികളും ചാനൽ സിംഹങ്ങളും മിണ്ടില്ല. അവർക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ് എഴുതിക്കൊണ്ടിരിക്കുക. അവരതിനപ്പുറത്തെ കുഴപ്പങ്ങളുടെ ലോകം സൃഷ്ടിച്ച് കനകോലു നാടകം പുനരവതരിപ്പിക്കും. ടൈലിനടിയിൽ മണ്ണ് വീണിട്ടില്ല, ഇനി എന്തൊക്കെ കിട്ടാനിരിക്കുന്നു തുടങ്ങിയ ആലാപനങ്ങൾ അവിടെ ആവർത്തിക്കും. അപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് ഉരുൾ കൊണ്ടുപോയ ജന്മങ്ങൾ ആദ്യം മുതൽ നേരിട്ട അവഗണനകളാണ്. ഒരു വർഷം